നമുക്കേ ഈ ട്രോളിങ്ങിനെതിരായ ഒരു ബന്ധു ഹർത്താലോ സംഘടിപ്പിക്കണം സഖാവേ. ബന്ധു ഹർത്താലും എത്രയായടോ? ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനൊരു അതിര് വേണ്ടേ? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മരിച്ചുപോയ നേതാക്കന്മാരുടെ പേരിൽ നമ്മൾ എത്ര ബന്ധം നടത്തി? അതിനെന്താ, നേതാക്കന്മാർ മരിച്ചാൽ പിന്നെ നമ്മൾ അനുഭവിക്കണ്ടേ? വേണോടോ, പക്ഷെ അത് കടയടപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. അങ്ങനെ ചെയ്താൽ മരിച്ചവരോട് ബഹുമാനമല്ല ജനങ്ങൾക്ക് തോന്നുക, വെറുപ്പും വൈരാഗ്യമായിരിക്കും. നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പ്രതിഷേധ പ്രകടനമാവാം, അല്ലേ ശിവേട്ട? അപ്പൊ ഒരു കാര്യം ചെയ്യും, കിട്ടാവുന്നിടത്തോളം ആളുകളെ സംഘടിപ്പിച്ച് നേരെ കോട്ട മൈതാനത്തേക്ക് വരിക. ഞാൻ യോഗസ്ഥലത്തുണ്ടാവും. ദിവാകരന്റെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. കാലം നിങ്ങളുടെ കവിളിൽ കരിയാൽ ദ്രോഹി എന്നു വരയ്ക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. അനുവദിക്കില്ല, 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 അനുവദിക്കില്ല. ട്രോളിംഗ് ഞങ്ങൾ അനുവദിക്കില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ ഘോഷയാത്രയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുക. ജനങ്ങൾ വെറുക്കുന്ന വിധത്തിൽ കഴിയുന്നിടത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. പ്രകടനത്തെ അലങ്കോലപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടു കളിച്ചാൽ എല്ലാം കണ്ടു മരിക്കത്തില്ല. ദിവാകര സൂക്ഷിച്ചോ. നിർത്തൂ. ഈ പ്രകടനം തടയണമെന്നാണ് CM-ന്റെ ഓർഡർ. ദയവായി നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു വേണം. മത്സ്യത്തൊഴിലാളി ഐക്യം. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. മത്സ്യത്തൊഴിലാളി ഐക്യം. തൊഴിലാളി ഐക്യം. ഇല്ല, ചില നാശങ്ങൾ പറ്റിയിട്ടുണ്ടാവും. സർ. നമസ്കാരം സഖാവേ. സാറ് സഞ്ചീറിലെ അമിതാഭ് ബച്ചനാകണം. എന്തോ അങ്ങയെപ്പോലെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വരുന്ന പാവങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ലേ സാറേ ഈ കസേര? തന്നെ പോലുള്ള റൗഡികൾക്കല്ല. എഴുന്നേക്കണോ. റൗഡി തന്റെ മറ്റവൻ. എന്താ പറഞ്ഞത്? കൈയ്യട് കൈയ്യട് കൈയ്യട്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കരുത്. കഴിഞ്ഞ 6 മാസമായിട്ട് എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു? ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എത്ര പേരെ വെട്ടിയും കുത്തിയും കൊന്നു? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കുറെ പേരെ കസ്റ്റഡിയിൽ എടുത്തുന്നല്ലാതെ അവരിൽ ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ? മാത്രമല്ല, ഇന്ന് സമാധാനപൂർവ്വം പ്രകടനം നടത്തിയ ഞങ്ങളിൽ ചിലരെ അനാവശ്യമായിട്ട് തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. തെരുവിൽ കൊള്ളയടിക്കുന്നു, അക്രമം കാണിക്കുന്നുവാണോ സമാധാനം? അക്രമം കാണിച്ച ഞങ്ങളല്ല. യെസ്, ഡോണ്ട് ബ്ലെയിം അതേഴ്സ്. ഇറ്റ് ഈസ് യു, യുവർ പീപ്പിൾ, പീപ്പിൾ ഇൻ ദ പ്രൊസഷൻ. അല്ല, തെരുവ് റൗഡികളും സാമൂഹ്യ വിരുദ്ധരും വാടകഗുണ്ടകളുമാണ്. പ്രകടനത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാതെ അതിനവർക്ക് അവസരം ഉണ്ടായി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. Are you making complaints against us? പുതുതായി ചാർജ് എടുത്ത താങ്കൾക്ക് ഈ സ്റ്റേഷനെ കുറിച്ച് ഒന്നും അറിയില്ല. ലോക്കപ്പിൽ വെച്ച് ചവിട്ടിക്കുന്ന ഒരാളെ അണ്ടർവെയറിന്റെ ഇലാസ്റ്റിക് വളിയിൽ കെട്ടിത്തൂക്കിയത്, ഭരണകക്ഷി നേതാവിനെ പ്രീണിപ്പിക്കാൻ എതിരാളിയുടെ മലദ്വാരത്തിൽ ലാത്തി കുത്തിക്കയറ്റിയത്, 15 വയസ്സുകാരി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ നിൽക്കുന്ന തങ്കച്ചനാണ്. തങ്കച്ചൻ, സ്റ്റേഷനിൽ വന്ന് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ലാത്തി ചാർജിൽ പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത വേറെ ചിലർ ഇതിനകത്തുണ്ട്. അവർക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. അവരുടെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏറ്റാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. മനസ്സിലായോ? തന്നോടും കൂടെ ചേർത്താ. റെസ്റ്റ് എടുക്കട്ടെ. ശരി ഡോക്ടർ. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കൊണ്ടുപോയിക്കോളൂ.
അയ്യോ ഓടി വരണം ഡോക്ടർ. ഇയാൾ എന്തിനാ ഇതിൽ കയറി അയ്യോ. കിടക്കുന്നത്? നിങ്ങൾക്ക് ഒരു അസുഖമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ, പോലീസുകാർ ഇടിയേറ്റ് എന്റെ ആന്തരാവം മുഴുവൻ ഡാമേജ് ആയി പോയി ഡോക്ടർ. ഈ കോയിൽ വെച്ച് എന്നെ ഒന്ന് പരിശോധിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട് ഡോക്ടർ. ഡോക്ടർക്കല്ല, എനിക്ക്. ഞാൻ പിന്നെ ഡോക്ടർ സൗകര്യമായിട്ടൊന്ന് കണ്ടോളാം. ഇപ്പൊ എന്നെ ഒന്ന് പരിശോധിക്കണം ഡോക്ടർ. ഇയാൾ മര്യാദയ്ക്ക് അനുസരിക്കുന്നുണ്ടോ അതോ ഞാൻ അറ്റൻഡറെ വിളിക്കണോ? അയ്യോ, അറ്റൻഡറെ വിളിക്കണ്ട. എന്നെ അഡ്മിറ്റ് ചെയ്ത് രോഗിയാക്കൂ. അയ്യോ, എനിക്ക് അടിയന്തര ചികിത്സ തന്നേ എന്താ, എന്താ, എന്താ? പറ്റൂ. ഐ. എന്താ പ്രശ്നം? ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുക. എന്താടാ? അല്ല, ഇവിടെ പരിക്കേറ്റ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു സഹായവും ഒരു ധൈര്യവും പിന്തുണ. അതിനോട് ആണുങ്ങളുണ്ട്. തുറയിലുള്ളവരാകെ പരിഭ്രമിച്ചിരിക്കാവും. ആർക്ക് എന്താ പറ്റിയെന്നറിയാതെ. ആൻറ്റോ അങ്ങോട്ട് ചെല്ല്. വിശ്വം വാർഡിലുണ്ടാവണം. ഞാനൊന്ന് സൂപ്രണ്ടിനെ കണ്ടു. ഏയ് സഖാവേ, ഒന്ന് നിക്കണം. സഖാവിന് പരിക്കൊന്നുമില്ലല്ലോ? ഉണ്ടെങ്കിലും നിന്റെ ചികിത്സ വേണ്ട. ഓഹോ, താങ്ക്സ്. 1-2 തവണ അമ്മ സഖാവിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു. എന്താ കാര്യം? എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പിന്നെ കാണാതായപ്പോ തോന്നിയതാവും. പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ അസുഖം കൂടിയിരിക്കുന്നു. ഉം. ആസ്മ തന്നെ. ചില നേരത്തെ ശ്വാസം മുട്ടൽ കണ്ടു നിൽക്കാൻ പറ്റില്ല. സൈക്കോളജിക്കലാവും. ഏട്ടന്റെ ഡെത്ത് ആനിവേഴ്സറി എടുത്തില്ലേ, അതോർത്ത്. ശിവേട്ടൻ വീട്ടിൽ വരാത്തതിന്റെ കാരണം ഞാനല്ലേ? എനിക്കറിയാം. ഹലോ മച്ചു. ഹലോ ശരത്. ഇദ്ദേഹത്തെ അറിയില്ലേ? മിസ്റ്റർ ശിവദാസ്. സ്റ്റാലിൻ ശിവദാസ് എന്നും പറയും. എക്സ്ക്യൂസ് മീ, എനിക്കൊരു അല്പം ജോലിയുണ്ട്. എന്താ നീ ഈ റൗഡിയുമായി ഇങ്ങനെ? നോ ശരത്, അദ്ദേഹം റൗഡിയല്ല. എൻ്റെ ഏട്ടൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഒന്നിച്ചാ പഠിച്ചത്. അന്നൊക്കെ ദിവസം വീട്ടിൽ വരും. അമ്മയ്ക്ക് ഇവർ രണ്ടുപേരും സ്വന്തം മക്കളെ പോലെയായിരുന്നു. MA ഫൈനൽ ഇയർ എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടായ ഒരു വഴക്ക് പുറത്തൊരു സംഘട്ടനമായി എൻ്റെ ഏട്ടനെ കുത്തേറ്റു. ശിവേട്ടൻ്റെ കയ്യിൽ കിടന്ന ഏട്ടൻ മരിച്ചത്. ഒരുപക്ഷേ ആ സംഭവമായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനൊരു തീവ്രവാദിയാക്കിയത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു IPS-ഓ IAS-ഓ ഒക്കെ ആകാമായിരുന്നു. പക്ഷേ പോലീസ് സർക്കാരിൽ അയാൾ റൗഡിയാണ്, പാർട്ടി ഗുണ്ട. നാട്ടിൽ എവിടെ ഉണ്ടോ സമാധാനം? ദിവസവും വെട്ടും കുത്തും കൊലയൊലേ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് രാജിവെച്ചൊഴിയണമെന്ന് ഞങ്ങൾ പറയുന്നത്. സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതെ, അന്നൊന്നും രാജിവെച്ച് ഒഴിയണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. നീ കോട്ടയം പത്രത്തിന്റെ ആളല്ലേടോ? നിനക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയൂ? എടാ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പത്രാധിപരാ ഞാൻ. ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ പത്രാധിപരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ITUC-കാർ ഒരു ഭാഗത്തും മറ്റുള്ളവർ മറുഭാഗത്തുമായിട്ട്. അതൊക്കെ നിങ്ങൾ ബൂർഷോ പത്രക്കാരെ എഴുതി പിടിപ്പിക്കുന്ന നുണക്കഥകളാണ്. ITUC-യുമായി തർക്കമുണ്ടെങ്കിൽ യൂണിയന്റെ അഖിലേന്ത്യാ നേതാവ് ലൂക്കോസ് ഇവിടെ ഇരിപ്പുണ്ട്. പറയട്ടെ. പാർട്ടിക്കകത്ത് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് തർക്കവും തമ്മിൽ തല്ലുമല്ല. എഡിറ്ററെ പറ്റിയാണെങ്കിൽ ഏകകണ്ഠേന ഞങ്ങൾ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പൊ നടക്കുന്ന ISRO ചാരക്കേസിനെ കുറിച്ച് സഖാവിനെ അനന്തസാറിനൊന്ന് കാണണമെന്ന്. അതിനെക്കുറിച്ച് സഖാവ് എന്താ വേണ്ടാത്തത്?